ഭോജരാജാവായ തമ്പുരാൻ്റെ ഉടയോനായ ഷെയ്ഖ് തങ്ങളുടെ ഉപാസകനായി ഖാലിയാറായി ഞാൻ ഖസാക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് 12 കൊല്ലങ്ങൾക്ക് മുമ്പ് മൈമുനാക്ക് 16 തികയുന്ന കാലത്ത് മൈമുനായും മൊല്ലാക്കയും തിത്തിബി ഉമ്മയും ഒക്കെ ഉള്ള ആ വീട്ടിലേക്ക് മൊല്ലാക്ക എന്നെ കൊണ്ടുപോയത് തീപ്പെട്ടി കമ്പനി മുതലാളിയായിട്ടോ ഖാലിയാരോ ആയിട്ടായിരുന്നില്ല, മുടി മുറിക്കാൻ മടിയുള്ള നൈസാമലിയായിട്ട്. என்ன நைசாமண்ணா இங்கே நிக்கிறேன், வீட்டுக்கு வரலையா? எதுக்கு? பார்க்கறதுக்கு. யாரு? தெரியாதா? பேச்சொன்னும் வேண்டாம், நீயும் அப்பா மாதிரி தான் போ. என்ன நைசாமண்ணா, மைமுனாவே உங்களுக்கு தெரியாதா? உன்னோட அப்பா வரும், நீ போ. നിങ്ങൾ എന്താ മുടി കളയാത്തെ? நான் மட்டுமா? அலம், அமீர், சயீத், அக்தர். அது எதுக்கு நீங்க நோக்கணும்? இதெல்லாம் உன்கிட்ட சொல்ல வேண்டிய அவசியம் கிடையாது, நான் போறேன். நைசாமண்ணா நைசாமண்ணா பாவா இருக்கும், വേണ്ടാണ്ടുള്ള സാഡിയാ. അത്താവുക്കും ഉമ്മാവുക്കും പെരുത്ത് കാര്യ. മുടി കളഞ്ഞ പ്രശ്നം എല്ലാം തീരും. മലക്കുകളെയും ജിന്നുകളെയും പ്രേതങ്ങളെയും കാട്ടാണ്ട് അമ്മ എന്നെ വളർത്തിയത് നൈസാമണ്ണിന് വേണ്ടിയാ, അതോ ചെതലമല താണ്ടി കുതിരപ്പുറത്ത് വരുന്ന സുൽത്താൻക്കോ? മൈമുന ദാ വരണുമ്മാ. ഓ എങ്ക പോയിരിക്കേ, പ്രായം തികഞ്ഞ പെണ്ണാണല്ലോ മൈമുന. എങ്ക പോയിരിക്കേ? വായ്ക്ക് വെള്ളം എടുക്കാൻ. തലയിലുള്ള തട്ടം ശരിയാക്കടി. എവളോ തവണ ചൊല്ലണം, ഇനിയിപ്പൊ പുള്ളല്ലില്ല. മുയോളം വളർന്ന പെണ്ണുങ്ങളെ തലേ തട്ടം പൊടിയില്ലാന്ന മലക്കുകൾ മോഹിക്കും. ആ ഉമ്മ, அந்த സ്കൂൾ இல்லையா? அங்க கோண எடுத்து പഠിപ്പിക്കണ്ട പോലും. யாரேமா? அது உனக்கு எப்படி தெரியுடி? அந்த தேனி மலையில சக்கரை கடத்தன தங்க இல்லையா, அவங்க சொல்லியதாக்கும். ஊள பெரட்டு. அப்படி ஒண்ணும் இல்ல. மைமுனா எங்கடியா வே? விலீஸ் எங்கடியா வே? யாரு? யாரா? நைசாமன் எங்க? எனக்கு தெரியாததா. எதுக்கு இதெல்லாம்? உங்களுக்கு என்ன ஆயே? அத்துக்கோடு போறதுக்கு முன்னாடியே நான் அவர்கிட்ட சொன்னேன் ஆங்க விളിக்கணும்னு. ஆனா அவன் விളിച്ചില്ല. இதுக்கு முன்னாடி முடி முறிக்கணும்னு சொல்லியிருக்கேன், அவன் அது கேட்டில்ல. என்ன ரப்ப இதெல்லாம்? ബേജാറാവല്ലേ, മുടി കളയാതൊക്കെ ഇത്ര വലിയ തപ്പാ? தப்பு. அவன் இந்த நாட்டுக்கு மொல்லாக போறேன், நம்ம மைமுனாக்கு மாப்பிள்ளையாக போறேன். தப்பு அவன், தப்பு. മൈമുന അത്താക്ക് കഞ്ഞി കൊണ്ട് പോയി പോയി ചെല്ലേ, നീക്കടി ചെല്ലേ. அத்தா, മീനെ அத்தா തോളനെ. ഉമ്മ, അല്ലോ ഒന്നും ആകില്ലടി, ഒന്നും ആകില്ലടി. പോ പോ റബ്ബേ. കൊല്ലങ്ങളായിട്ടുള്ള നടപ്പാണ്. അല്ലോ என்ன செய்தாலும் மைமுனாவோட அத்தாக்கு மனசுக்கு சுகம் கிடைக்காது. சாப்பாடு இல்லாம உறக்க இல்லாம அந்த நெய்சாமலி எவ்வளோ நாள் இப்படி போகும்? மைமுனக்கான அந்த சக்கராவுத்திரைയുള്ള കല്യാണം പിടിക്കലേ. നീഞ്ചതുമ്പിലോളം പൊന്നില്ലാതെ ചക്രാവുത്തിരല്ലാണ്ട് പിന്നെ ആരാ? இதுவே ஓ வந்துட்டேன். மைமுனையை பார்த்திருக்கியா? திதிவே. ஓ இது உனக்கு. எதுக்கு இதெல்லாம்? செருப்பு
வாங்காத வந்திருக்கையா? அந்த செருப்பு போட்டு கால பிரணம் வந்து பொட்டி இருக்கேன். ஆனாலும் எதுக்கு இதெல்லாம்? பேச்சு வேண்டாம். காட்டுக்கோ. விதுவா விதுவா. அல்லா. நான் ஒரு காரியம் சொல்லட்டுமா? என்னது? நீங்க കൂമങ്കാവിൽ ഒന്ന് പോയി ആ നൈസാമലിയെ പാരുങ്കോ. ചെറുവാലിക്കാരി സാടിയും കളിച്ചാ തല നരച്ചവർക്ക് പൊറുക്കാനല്ലേ ഉള്ളൂ. ഇനി ചൊല്ലിയിട്ട് പലം കിടയാതെ. ആനാലും ഒന്ന് പോയി പാരുങ്കോ. പലം കിടയാതെ ദിവ്യേ. എന്നവോ നിനച്ച. ആനാ ഒന്നുമേ ബൈക്ക് ഓടില്ല. ചന്ദ്രമലേന്റെ താഴ്വാരത്തെ 13-ാം പള്ളിയിൽ ഒരു ബാങ്ക് വിളിക്കണ്ടേ. കാല് പൊട്ടിപ്പോണ വേദന. പാലക്കാട് ലാക്കട്ടെ കാട്ടാ വേദന മാറൂത്രേ. പോയോക്ക ഇതുവേ. ഓ വന്നിട്ടേ. ലേശം കഞ്ഞിവെള്ളം നോട്ടെ. മൈമുന പിടിക്കാത്താനെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാമ എന്താ നിൽക്കാൻ നടത്തിയിരിക്ക്. അപ്പോൾ ഒരു കോപമാടി. என்னத்தா இப்படி ஒன்றும் இல்லை, எல்லாம் கடவுள் நினைச்ச மாதிரி. அம்மா நைஸ். எப்படி இருக்கா? ஒண்ணுமே ஆகலடா. டாக்டர் என்ன சொன்னாரு? என்னவோ தெரியாது, ஆனா அற்புதம் என்னதோ சொல்லியதாக்கும். எவ்வளோ எந்தோ. அப்பா சரி, நீங்கள் எதுக்கும் பயப்படாதீங்க. நான் டாக்டரை பார்த்துட்டு அப்படியே ஊருக்கு போயிட்டு வரேன். ஆமா. திமிரு. அச்சோனே காலு வலிக்கலாதாக்கா? ஓஜோ ராஜாவாய தம்பிரானே, சீக்குதங்களே காத்தோள்ளே. என்ன தித்திவியே, எனக்கு ஒன்றுமே இல்லை. ஆனால் நம்ம ஊருக்கு நீ யார் புதிய மல்லாக்கு, யார் பாங்கு விളിക്കും? വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. റബ്ബുൽ തമ്പുരാൻ്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സെയ്ദുമിയാൻ ഷെയ്ഖും തങ്ങളുമാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ ഷെയ്ഖ് തങ്ങളാകട്ടെ ചടച്ച് കിഴവനായ ഒരു പാണ്ടൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത്. ഇതിഹാസം ചെവിക്കൊണ്ട ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അതെതുക്ക് മൊല്ലാക്ക? കാല് കുഴഞ്ഞ് ആ കുതിരയ്ക്ക് ആര് തുണി? മൊല്ലാക്ക പറഞ്ഞു, കാല് കുഴഞ്ഞ് ആ കുതിരയ്ക്ക് തുണി പടച്ചവൻ, ഷെയ്ഖ് തങ്ങൾ. നാല് പേർക്കും ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? കുഴപ്പമില്ല, ചെയ്തു തോന്നി. 4 പേർക്കും. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ടെൻഷൻ ഉണ്ടായിരുന്നു? ഉണ്ടാവണം. ടെൻഷൻ ഉണ്ടാവുക എന്നുള്ളത് നടൻ്റെ ലക്ഷണമാണ്. സാധാരണ എല്ലാവരും പറഞ്ഞു ഒരു ടെൻഷനും ആത്മവിശ്വാസത്തിൻ്റെ ഇങ്ങനെ വന്ന് കയറുക എന്ന് പറയും. അങ്ങനെ വരുന്നത് പലപ്പോഴും കലാകാരനല്ല. കലാകാരനായ അപ്പം ടെൻഷൻ ഉണ്ടാവും. സ്റ്റേജ് കണ്ടപ്പോൾ കാല് കുറച്ച് പറയും. ഈ ടെൻഷനാണ് നമ്മളെ കഥാപാത്രത്തിൽ കയറ്റുന്നത്. ആത്മവിശ്വാസത്തോടു കൂടെ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് കഥാപാത്രത്തിലേക്ക് കയറാൻ പറ്റില്ല. നിങ്ങളെല്ലാം കഥാപാത്രത്തിലേക്ക് കയറിയ പോലെ തോന്നി. ഗസാക്കുന്ന ആദ്യം തെളിയ രവി ചെയ്ത്. അതെ. അപ്പോൾ നമ്മൾ രവി എവിടെയെങ്കിലും പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഈ സാധാരണ ഒരാളുടെ സങ്കല്പത്തിന് ചേരാത്ത പോലെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പോഴാണ് തൃപ്തിപ്പെടുത്തില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഇത്ര വലിയ ഉന്നതമായ കലാസൃഷ്ടികൾ നമ്മൾ നാടകാവിഷ്കാരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭീഷണികൾ. നിങ്ങളതിൽ നിന്ന് പറയാൻ ചെറിയൊരു വേറെ മറ്റൊരു ജീവിതം എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഏതായാലും അതിൻ്റെ ഒരു അന്തരീക്ഷം നമുക്കിവിടെ ഫീൽ ചെയ്തു. ആ അന്തരീക്ഷം ഫീൽ ചെയ്യിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ നാടകാവിഷ്കാരം എങ്ങനെ നടത്തി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ പ്രസക്തി നിങ്ങളെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് അല്ലേ? നന്നായിരുന്നു. ഇത്രയും വലിയൊരു ഇതിഹാസ തുല്യമായൊരു നോവൽ, മലയാളത്തിൻ്റെ കഥയുടെ നോവലിൻ്റെയൊക്കെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു ഹിസ്റ്റോറിക്കൽ സംഭവത്തിൽ നിന്നും
5 മിനിറ്റിൽ ഒതുങ്ങുന്ന ഈ വേദന അത് വളരെ വലുതായിരുന്നു. അത് മീരയ്ക്കും അതുപോലെ ഞാൻ പ്രതീക്ഷിക്കാത്ത വിധം ദീപയ്ക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധുവിനും വന്ന ഒരു ചെറിയ പോരാഴ്ക. അത് എന്തുകൊണ്ടാണ് വന്നതല്ല, വോയിസ് പ്രൊജക്ഷൻ 3 പേർക്കും ഉണ്ടായിരുന്നു അത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമത് എന്താണെന്നുള്ളത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. മ്യൂസിക് വാസ് എക്സലൻറ്റ്. അത് ആക്ച്വലി നമ്മളെ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം സഹായിച്ചു. ഞാനിതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ഇറ്റ് വാസ് വണ്ടർഫുൾ. താങ്ക് യു വെരി മച്ച്. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. സിദ്ധുവിൻ്റെ ബോഡി ലാംഗ്വേജും ഡയലക്റ്റും ഒക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ദീപിക, യുവർ എക്സ്പ്രഷൻസ് വെർ വെരി ഗുഡ്. ഈവൻ യുവർ ബോഡി ലാംഗ്വേജ്, ഡയലോഗ് മോഡുലേഷൻ ഒക്കെ വളരെ നന്നായിരുന്നു. ഗെറ്റപ്പ് ഈസ് ഓൾസോ വെരി ഗുഡ്. അത് 4 പേരും. അതർവൈസ് എന്താ പറയുക, എനിക്ക് കൂടുതലായിട്ടൊന്നും നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആ ഒരു 3-4 minutes വാസ് എക്സലൻറ്റ് പെർഫോമൻസ്.